ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ലൊരു നെയ്ച്ചോറും നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനായിട്ട് ബീഫും കായും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ഒരു രുചിയുള്ളൊരു കറിയും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക കേട്ടോ. രാവിലെ ഞാൻ റവ ഉപ്മാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചായക്ക് കടി വലിയ തരിയുള്ള റവയാണെങ്കിൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ചെറിയ തരിയുള്ള റവയാണ്, അതുകൊണ്ട് പൊടിച്ചെടുക്കുന്നില്ല. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ തേങ്ങ ചിരവിയെടുത്തതിന് ശേഷമാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ഡ്രൈ ആവാൻ വെക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചിരവിയെടുത്ത പാട് പുട്ടുപൊടിയാണ് നനച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാമല്ലോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറേ ദിവസം മുന്നേ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ, അന്ന് വീട്ടിൽ നിന്ന് ഉമ്മയും നാത്തൂനും മക്കളൊക്കെ വന്നിട്ട് ഉണ്ടായിരുന്ന 2-3 ദിവസം അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോയും കൂടി ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നത് പ്രൈവറ്റ് ആക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത് ഇതിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. തേങ്ങയൊക്കെ ചിരവെടുത്തിട്ട് ഞാൻ പുട്ടുപൊടി നനച്ചെടുത്തിട്ട് പിന്നെ പുട്ട് ചുട്ടെടുക്കുകയാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ പുട്ടിന് ഒരുപാട് ബലമില്ലാണ്ട് ഈ റവ പുട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായാലും ഹാർഡാവാനുള്ള ചാൻസ്. അപ്പോൾ ഈ ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കുഴച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ബലമില്ലാണ്ട് നന്നായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇനിയിപ്പോൾ പുട്ട് ചുട്ടെടുക്കാം നമുക്ക്. കുക്കറിൽ വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ ഇത് നനക്കാൻ നിന്നത്. അപ്പോഴേക്കും വെള്ളം ചൂടായിട്ടുണ്ട്. കുക്കറിൻ്റെ മേലേക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ പാൽ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം. ഞാൻ കോഫിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ചായയൊക്കെ കൂടി കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ ചില്ലറ പണികളൊക്കെ തീർത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കണം. വെണ്ണീറൊക്കെ ഒന്ന് വാരി അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ആദ്യം മൺകലത്തിൽ കുറച്ച് വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ വെള്ളം വേഗം തിളച്ച് വരും. പിന്നെ നമുക്ക് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ അടുപ്പത്ത് കണ്ട് ഉണ്ടാക്കുകയാണ്. ബീഫ് കറി ഉമ്മ സ്റ്റൗവിൽ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് ആദ്യം മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ചീരകവും എല്ലാം കൂടി വറുത്തെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് വറുത്തിട്ട് ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഒരു സവാളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കും ബീഫ്. പിന്നെ നമ്മൾ പകുതി മുക്കാൽ വേവാവുന്ന സമയത്ത് അതിലേക്ക് കായും കുമ്പളങ്ങയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്, തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒന്ന് വറവിട്ട് വയ്ക്കും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വെള്ളം ചൂടാക്കി അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ ബീഫ് കറി റെഡിയാക്കുന്ന ആ ഒരു ടൈമിന് ഞാൻ നെയ്ച്ചോറും വേഗം തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം വെള്ളമൊക്കെ തിളക്കുന്ന ആ ഒരു ടൈമിൽ അരിയിലേക്കുള്ള ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തീ നന്നായിട്ട് കത്തുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് വരികയും ചെയ്യും. ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു പകുതി സവാളയും ഒരു ചെറിയൊരു ക്യാരറ്റും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പട്ട ഏലക്കായ ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. നമ്മൾ ഒറ്റ വിസിൽ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള നെയ്ച്ചോറും അതുപോലെ തന്നെ വിറകടുപ്പിൽ നമ്മൾ സാധാരണ ചെമ്പട്ടിയിലൊക്കെ കലത്തിലൊക്കെ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് പിന്നെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരി ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉമ്മ ഇവിടെ ബീഫൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് നമ്മൾ ബീഫ് കഴുകി ഇട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വറുത്തെടുത്ത് പെരിഞ്ജീരകവും ഒക്കെ വറുത്തെടുത്ത് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും സവാള ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുക്കാൽ വേവാകുന്ന സമയത്താണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുക്കാൽ വേവാകുന്ന സമയത്താണ് നമ്മൾ കായം കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നത്. കായക്കും കുമ്പളങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ, അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നെയ്ച്ചോറിന് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെക്കുന്നുണ്ട്. ഒരു 2-3 തിളച്ചാൽ പിന്നെ തീയാണ്ട് പിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അടി കരിഞ്ഞ് പോവും, പെട്ടെന്ന് വേവുമല്ലോ നെയ്ച്ചോറ്. പിന്നെ ഇതാ ഉമ്മ ബീഫിലേക്ക് കായം കുമ്പളങ്ങ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിലും കൂടി ഒന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് താളിച്ച് ഒഴിക്കാം. ചെറിയ ഉള്ളിയും കറിവേപ്പിലയാണ് കേട്ടോ താളിച്ച് വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ബീഫ് കറിയാണ് കേട്ടോ. അത് നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ തേങ്ങാച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും നല്ലൊരു ബീഫ് കറിയൊക്കെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉമ്മമാരുണ്ടാക്കുന്ന കറികൾക്കും അതുപോലെ തന്നെ എല്ലാ ഇതിനും നല്ല ടേസ്റ്റാണല്ലോ. ഞാനിങ്ങനെ ഇതുപോലെ ബീഫ് ഉണ്ടാക്കിയെടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഉമ്മ വന്നപ്പോൾ അന്ന് എടുപ്പിച്ചതായിരുന്നേ. പിന്നെ കുറച്ച് സാലഡ് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട്, പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ടൊരു ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ കുഞ്ഞതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണ്ട, അതിലേക്ക് ഇട്ടിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. പിന്നെ തൈരും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പപ്പടം കൂടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ? നമ്മുടെ വ്ളോഗ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് വന്ന് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ ഡെയിലി. കുറച്ച് ചിക്കൻ ഇവിടെ കുക്കറിലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ബീഫ് കഴിക്കാത്ത ആളുണ്ട് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ്. നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ ആയി കുക്കറിൽ ഗ്യാസിൽ നമ്മൾ ചിക്കനും വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്, തൈരൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ജസ്റ്റൊക്കെ ഒന്ന് ചോറ് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുപാട് ചൂടാവാണ്ട് ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതാണ് കേട്ടോ ഈ ഒരു നെയ്ച്ചോറും ബീഫ് കറിയും. അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇതിൽ ഷെയർ ചെയ്തപ്പോൾ ഈ ഒരു ബീഫ് കറി നെയ്ച്ചോറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ കഴിക്കാൻ കൊതിയുണ്ട് കേട്ടോ. എന്താ ചെയ്യുക, ഉമ്മ അല്ലല്ലോ ഇവിടെ, ഉമ്മനെ കൊണ്ട് ഉണ്ടാക്കിക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ എല്ലാവരും ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുന്നത്തെ ഒരു വീഡിയോ ഇതിൽ ഷെയർ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത്. ഒരുപാട് കൂട്ടുകാർ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമാണ് കേട്ടോ എന്നും വീഡിയോ ഇടാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ.